സൗദിയിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. സൗദി അറേബ്യ നേരത്തെ തന്നെ നമുക്കറിയാം ഫലസ്തീനുമായി യാതൊരുവിധ ഒരു സോഫ്റ്റ് കോർണറും ഇല്ലാത്തൊരു രാജ്യമാണ് സൗദി എന്ന് പറയുന്നത്. ഫലസ്തീൻ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയോ പള്ളികളിൽ മറ്റും ഫലസ്തീൻ്റെ എന്തെങ്കിലും ഒരു സിംബൽസുമായി കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ സൗദി അറേബ്യയിൽ വലിയ കുറ്റമായിട്ട് അവിടെയുള്ള സൗദിയുടെ രാജാവായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ MBS തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫലസ്തീനുമായി സൗദി യാതൊരുവിധ അടുപ്പവും വലുതായി പുലർത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൗദിയിലുള്ള ജനങ്ങൾ ഫലസ്തീനോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ആ താല്പര്യം മനസ്സിലിരിക്കട്ടെ, എന്നാൽ അത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ ഒന്ന് ജയ് ഫലസ്തീൻ എന്ന് വിളിക്കാനുള്ള അവകാശം പോലും അവർക്കില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ പിടിച്ചകത്താക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ സൗദി അറേബ്യ ഒരു പ്രോ ഹമാസ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള തുർക്കി അൽ ജസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വധിച്ചിരിക്കുന്നു, തലവെട്ടിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും പ്രോ ഹമാസ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള തുർക്കി അൽ ജസാറിനെയാണ് ഇപ്പോൾ സൗദി അറേബ്യ വധിച്ചിരിക്കുന്നത്. സൗദി ഗവൺമെന്റ് കൺവിക്റ്റഡ് ഹിം ഓഫ് ടെററിസം ഇൻക്ലൂഡിംഗ് ട്രെസൺ ആൻഡ് കൊളാബറേഷൻ വിത്ത് ഫോറിൻ എൻറ്റിറ്റീസ് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് ഇയാൾ നടത്തിയിരുന്നത് എന്നുള്ളത് കൊണ്ടാണ് സൗദി അറേബ്യ ഇയാളുടെ തലയറുത്ത് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലൂടെ സൂചിപ്പിക്കുന്നത്. ഹാർഡ്ലൈനേഴ്സ് വെയർ പെർസ്യൂയിങ് ദ സൗദി പ്രിൻസ് ടു റിലീസ് ഹിം അറ്റ് ദ ഏർലിയസ്റ്റ് സൗദി എക്സിക്യൂട്ടഡ് ഹിം എന്നുള്ള റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അതായത് ഇയാളുടെ ഇയാളുടെ സപ്പോർട്ടേഴ്സ് എല്ലാം കൂടെ ഇയാളെ വലിയ മുറവിളി കൂട്ടി ഇയാളെ തിരിച്ച് മോചിപ്പിക്കണമെന്ന് പറയുമ്പോഴും സൗദി അറേബ്യ യാതൊരുവിധ ദാക്ഷിണ്യവുമില്ലാതെ ഇയാളുടെ തല വെട്ടിയടിക്കുക എന്നുള്ളതാണ് ഇവിടെ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഇന്ത്യയല്ല, സൗദിയാണ് എന്നുള്ളതാണ്. സൗദികൾ ടെററിസം കാണിച്ചാൽ ഇന്ത്യയിൽ ടെററിസം കാണിക്കുന്നവനെ പൂവിട്ട് പൂജിക്കുന്നത് പോലെ സൗദി ചെയ്യില്ല. സൗദി ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൗദിയിൽ ഈ ഹമാസ് ഭീകരനെ ഒരു മാധ്യമപ്രവർത്തകരാണെങ്കിൽ പോലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റി നടത്തുന്ന ഈ ഹമാസ് ഭീകരനെ വധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.